നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിവാഹം കഴിഞ്ഞ് ഋതിക മാഡം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നത് വരെ മാഡത്തിന് താങ്ങായും തണലായും ഒപ്പം ഉണ്ടാവേണ്ടത് അച്ഛനെന്ന നിലയിൽ വർമ്മ സാറിന്റെ ചുമതലയാ. പക്ഷേ വർമ്മ സാർ എന്തിനാണ് ഫംഗ്ഷനിൽ നിന്ന് അത്രയും ദേഷ്യപ്പെട്ട് ഇവിടേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്റെ ഭൂതകാലത്തിന്റെ ഓർമ്മകൾ എന്നെ അത് വല്ലാതെ വേട്ടയാടുന്നു രാജു. സർ, അതിനെക്കുറിച്ച് കൂടുതലായൊന്നും എനിക്കറിയില്ല. ഇപ്പോ എന്റെ മുന്നില് നടക്കാൻ പോകുന്ന ശുഭകാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വർമ്മ സാറിനോട് താഴേക്ക് വരണമെന്ന് അപേക്ഷിക്കാനാണ് ഞാൻ വന്നത്. രാജു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. നിന്റെ വ്യക്തിത്വത്തെയും ഞാൻ ബഹുമാനിക്കുന്നു. നിന്നോട് ദേഷ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വരില്ല. നീ വെറുതെ എന്നെ നിർബന്ധിക്കണ്ട. നീ ചെന്ന് വന്നവരോടെല്ലാം പോയിക്കൊള്ളാൻ പറയും. വർമ്മ സാറ് എന്നോട് ക്ഷമിക്കണം. ക്ഷണിച്ചു വരുത്തിയിരിക്കുന്ന അതിഥികളോട് തിരിച്ചു പോവാൻ പറയുന്നത് മര്യാദയല്ല. എന്നെക്കൊണ്ട് അങ്ങനൊരു വലിയ തെറ്റ് ചെയ്യിക്കരുത് സാർ. എന്താ രാജു, നിന്നോട് ഞാൻ ദേഷ്യപ്പെട്ടില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണോ നീ എന്നെ തന്നെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഒരിക്കലുമല്ല വർമ്മ സാറേ. രാത്രിയിലുള്ള ഇരുട്ടിന് പ്രകാശം നൽകുന്നത് ചന്ദ്രനാണ്. അല്പം നേരത്തേക്ക് കാർമേഘം കൊണ്ട് ചന്ദ്രൻ മറഞ്ഞു എന്ന് വെച്ച് ചന്ദ്രൻ ഇല്ലാന്ന് പറയാൻ സാധിക്കൂ? അല്പം നേരത്തേക്ക് വർമ്മ സാറിന്റെ മനസ്സമാധാനം കഴിഞ്ഞ കാലത്തിലെ കാർമേഘങ്ങൾ വന്ന് മൂടിയപ്പോ സാറ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. അത്രേ ഉള്ളൂന്ന് എനിക്കറിയാം. ആ മേഘങ്ങളുടെ മൂടിൽ നിന്നും സാർ പുറത്തു വന്നു കഴിഞ്ഞ ഒരു ജോലിക്കാരനായ എന്റെ വാക്കുകൾ പോലും കേൾക്കാനുള്ള വലിയ മനസ്സുള്ള ഒരു മനുഷ്യനാണ് വർമ്മ സാർ എന്നുള്ള വിശ്വാസം കൊണ്ടാ ഞാൻ ഈ മുറിയിലേക്ക് വന്ന. രാജു, നീ വാക്കുകൾ കൊണ്ട് മായ കാണിച്ച് എന്നെ മയക്കാമെന്നാണ് വിചാരിക്കുന്നത്? ഞാൻ പറഞ്ഞത് എനിക്കറിയാവുന്ന സത്യം മാത്രമാണ് സർ. വാക്കുകൾ കൊണ്ട് മായ കാണിക്കാനോ നുണ പറയാനോ ഒന്നും ഈ രാജുവിന് വശമില്ല. രാജു, എനിക്ക് ഞാനായിരിക്കാൻ ഇഷ്ടം. എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂ. നിനക്ക് പോവാം. സർ, അതന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. വർമ്മ സാർ എപ്പോഴും അതേ ഗാംഭീര്യത്തോടെ അതേ പൗരുഷത്തോടെ എപ്പോഴും ഉണ്ടാവണം. ഏതോ ഒരു പഴയ ഓർമ്മ അത് സാറിന് എങ്ങനെ വേട്ടയാടും? എപ്പോഴോ എന്നോ നടന്ന ഒരു സംഭവം ഇപ്പോഴും സാറിന്റെ ജീവിതത്തെ പ്രതികൂലമായി സ്വാധീനിക്കുന്നു എന്നുള്ളത് എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല സർ. വർമ്മ സാർ അറിയാതെ തന്നെ സ്വയം തോറ്റുപോവാണോ? എവിടെയും എന്തിനും സാർ തോറ്റ് പിന്മാറി നിൽക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല സർ. എന്നെ കൊണ്ട് ആവുന്നില്ല രാജു. എന്നോ തറച്ചാമുള്ളു ഇന്നും എന്നെ വല്ലാതെ വേദനിപ്പിക്കുക. എന്റെ ശക്തിയെല്ലാം ചോർന്നു പോകുന്ന പോലെ. ആ ഇരുളിന്റെ മറവിൽ നിന്നും എന്നെ ഒരു ശക്തിക്കും ഇതുവരെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ തന്നെ എന്നും ചിന്തിച്ചാൽ എങ്ങനെയാണ് സർ? ഋതിക മാഡത്തിന്റെ എൻഗേജ്മെന്റ് നടത്തേണ്ടത് പിതാവായ വർമ്മ സാറിന്റെ ഉത്തരവാദിത്വ. ഇപ്പൊ ഈ എൻഗേജ്മെന്റ് മുടങ്ങിയ അതിന്റെ ചീത്തപ്പേര് ആർക്കാ? വർമ്മ സാറിനും ഋതിക മാഡത്തിനും ഈ കുടുംബത്തിന് പോലും അതൊരു വലിയ മാനക്കേടാവും. ഋതിക മാഡത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. ഒരു
പെൺകുട്ടിയുടെ ജീവിതമാണ് സാർ. രാജു പ്ലീസ്. വർമ്മ സാറിനറിയാം, ഋതിക മേഡത്തെ ഞാനൊരു കൊച്ചു കുട്ടിയെ പോലെയാ കാണുന്ന. ഓരോ പ്രശ്നങ്ങളിൽ നിന്നും ഋതിക മേഡത്തെ ഞാൻ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നത് മാഡത്തോട് എനിക്ക് അത്രയും ബഹുമാനവും കരുതലും ഉള്ളതുകൊണ്ടാ. ആഘോഷമായി മാഡത്തിന്റെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു ശുഭകാര്യം മുടങ്ങുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ഋതിക മേഡത്തിന് വേണ്ടി വർമ്മ സാർ താഴേക്ക് വരണ്ട. പക്ഷേ മാഡത്തിന്റെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മനസ്സുകൾ അവിടെ വിഷമിച്ച് നിൽക്കുക. അവർക്ക് വേണ്ടി മാത്രം. വിവാഹം കഴിഞ്ഞ് ഋതിക മാഡം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നത് വരെ മാഡത്തിന് താങ്ങായും തണലായും ഒപ്പം ഉണ്ടാവേണ്ടത് അച്ഛനെന്ന നിലയിൽ വർമ്മ സാറിന്റെ ചുമതലയാ. ഋതിക മാഡത്തിനോട് ദേഷ്യമാണെങ്കിലും ഒരു കുറവുമില്ലാതെ വർമ്മ സാറ് മാഡത്തെ വളർത്തി വലുതാക്കി. ഇപ്പോ അതേ മകളുടെ വിവാഹം നടത്തേണ്ട നാളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വർമ്മ സാറ് വരണം പ്ലീസ്. രാജു, മറ്റാർക്കും വേണ്ടിയല്ല, നിനക്ക് വേണ്ടി ഞാൻ വരാം. ചെല്ലാം. ചേച്ചി കരയാതെ. ഇല്ലപ്പോ തെറ്റെന്റേതാ. ഞാൻ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു, മോഹിക്കാൻ പാടില്ലായിരുന്നു. അച്ഛനെന്റെ പിറന്നാൾ ആഘോഷിക്കുമെന്ന് ആഗ്രഹിച്ച് എല്ലാ പിറന്നാൾ ദിവസവും വരുന്നത് നോക്കി ഞാൻ കാത്തിരിക്കും. പക്ഷെ ഒരു തവണ പോലും ഈ വീട്ടിൽ എന്റെ പിറന്നാളിനെ കുറിച്ച് ആരും ഒരു അക്ഷരം പോലും മിണ്ടാറില്ല. ആദ്യമായിട്ട് ഈ വർഷം അച്ഛൻ എന്റെ പിറന്നാൾ ആഘോഷിക്കാൻ പോവാണെന്ന് ഞാൻ കേട്ടപ്പോ ഒരുപാട് ഞാൻ സന്തോഷിച്ചു, പ്രതീക്ഷിച്ചു. പക്ഷെ അവസാനം പിറന്നാൾ ആഘോഷിക്കേണ്ട സമയത്തിന് തൊട്ടു മുൻപ് അച്ഛൻ തന്നെ ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞിട്ട് പോയി. എന്റെ അച്ഛന്റെ കൂടെ പിറന്നാൾ ആഘോഷിക്കാനുള്ള ഭാഗ്യം ഈ ജന്മം എനിക്ക് ഉണ്ടാവില്ല. വിഷമിക്കല്ലേ ചേച്ചി, ഒന്നും വല്യച്ഛൻ മനഃപൂർവ്വം ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്യച്ഛനെ ദേഷ്യം പിടിപ്പിക്കാൻ ആ അംബിക അമ്മായി ആ ദീപക്കേട്ടൻ നടത്തി കളിയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.